Hello everyone, welcome to ACE Chemistry. ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആൻഡ് അരോമാറ്റിസിറ്റി ആ മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇലക്ട്രോഫൈൽസും ന്യൂക്ലിയോഫൈൽസും ഡിസ്കസ് ചെയ്തു അല്ലേ? അതൊരു ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ കോമൺ ടോപ്പിക് ബേസ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് ഇന്നാണ് നമ്മൾ പോകുന്നത്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്. അതിൽ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് പറയുമ്പോൾ ഏതൊക്കെ ഉണ്ട്? ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട്, മീസോമെറിക്, അതുപോലെ ഇലക്ട്രോമെറിക്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇത്ര എഫക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ബേസിക്കലി ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് പറയുമ്പോൾ എന്താണ് അർത്ഥം? ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ആ ഇലക്ട്രോൺസ് ഇങ്ങനെ ഡിസ്പ്ലേസ് ആയി പോവാണ് അല്ലേ? അതായത് ഇലക്ട്രോൺ ആ മോളിക്യൂളിൽ നിന്ന് ഇങ്ങനെ ഡിസ്പ്ലേസ് ആയി ഇങ്ങനെ പോവാണ്, അല്ലെങ്കിൽ ഡീലോക്കലൈസ് ചെയ്ത് പോവാണ്, അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എങ്ങനെയൊക്കെ സംഭവിക്കും നോക്കാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏതാ? ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ഫസ്റ്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. എന്താണ് ഈ എഫക്റ്റ് പറയുന്നത് നോക്കാം. Presence of electron attracting or electron withdrawing group attached to carbon atom of a molecule induces polarity in that bond. ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് സപ്പോസ് കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ കാർബൺ, ഇങ്ങനെ കാർബൺ ഒരു ഹൈഡ്രജൻ ഒരു ഓർഗാനിക് മോളിക്യൂൾ ആണ്, എന്തെങ്കിലും മോളിക്യൂൾ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു മോളിക്യൂൾ ഇതിലേക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഒരു എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ്. ഒരു എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് അത് ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ആണ്. അത് ഇലക്ട്രോൺ അതിലേക്ക് വലിച്ചെടുക്കുന്ന അല്ല, അതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അങ്ങനത്തെ നാച്ചുറൽ ഗ്രൂപ്പാണ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ബോണ്ട്, ഈ സി എക്സ് എന്ന് പറയുന്ന ഒരു ബോണ്ട്, ഈ ബോണ്ട് എന്തായിട്ട് മാറും? പോളാർ ആയിട്ട് മാറും. ഇതൊരു കോവാലന്റ് ബോണ്ട് ആണ്. അപ്പൊ ഇവിടെ കാർബണേക്കാട്ടും മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ, ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ ഈ സി എക്സ് എന്ന് പറയുന്ന സിഗ്മ ബോണ്ട്, ഇപ്പൊ സിഗ്മ ബോണ്ട് അല്ലെ, സിഗ്മ ബോണ്ട് എന്തായിട്ട് മാറും? കൂടി പോളാർ ആയിട്ട് മാറും. അങ്ങനെ ഈ ഒരു എഫക്റ്റ് എന്ത് ചെയ്യുന്നു? അഡ്ജസന്റ് ആയിട്ടുള്ള സി ബോണ്ടിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അതായത് ഇതിപ്പോ C1 ആണ്, ഇത് C2, രണ്ട് കാർബൺ അല്ലേ. അപ്പൊ ഇപ്പൊ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കാർബണിന് മുകളിൽ എന്തുണ്ടാകും? ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. കാരണം ഇതൊരു നെഗറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ് ഗ്രൂപ്പ് ആണല്ലോ. അപ്പൊ ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഈ അടുത്ത കേസിൽ എന്ത് ചെയ്യും? ഈ ബോണ്ടിലൂടെ എന്ത് ചെയ്യും? ഇവിടെ ഇപ്പൊ സിഗ്മ ബോണ്ട് അല്ലെ, ഈ സിഗ്മ ബോണ്ടിലൂടെ ഈ എഫക്റ്റ് ഷിഫ്റ്റ് ആവും. ഇപ്പൊ C2 എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ C2 എന്ത് കിട്ടും? ഡെൽറ്റ പ്ലസ് കിട്ടും. പക്ഷെ C1ന്റെ അത്രത്തോളം ഡെൽറ്റ പ്ലസ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് C2 കിട്ടൂല. എന്നാലും ഈ ഒരു എഫക്റ്റ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് പോവാം. ഇവിടെ കാർബൺ എന്താകും? ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഈ സിഗ്മയുടെ ഈ ഒരു എഫക്റ്റ്, ഈ സിഗ്മ ബോണ്ടിലൂടെ എഫക്റ്റ് പോയിട്ട് അടുത്ത കാർബൺ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അഡ്ജസന്റ് സി സിഗ്മ ബോണ്ടിലൂടെ ഈ ഒരു എഫക്റ്റ് എന്തായിട്ട് മാറാണ്? ട്രാൻസ്മിറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ഇതൊരു പെർമനന്റ് എഫക്റ്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എങ്ങനത്തെ എഫക്റ്റ് വെച്ചാൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇതൊന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാനുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കിവിടെ കാർബൺ ഉണ്ട്, കുറച്ചുകൂടി കാർബൺസ് എടുക്കുക, ഒന്നുകൂടി ക്ലിയർ ആയിരിക്കും. ഇങ്ങനെ എക്സ്, ഇതാണ് നമ്മുടെ ഒരു മോളിക്യൂൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്നുള്ളൂ. ഇങ്ങനെ കാർബൺ, ഇവിടെ ബോണ്ട് ഉണ്ട് കേട്ടോ, കാർബൺ എന്തായാലും ബോണ്ട് ഉണ്ട്, ഗ്രൂപ്പ് ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് ഈ ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ കാർബൺ നമ്പർ, ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ, ഇത് ഫോർത്ത് കാർബൺ, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പൊ ആദ്യം സംഭവിക്കുന്ന എന്താണ്? ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇവിടുത്തെ ഈ ഒരു ബോണ്ടിൽ ഇലക്ട്രോൺസ് അതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന കാരണം ഈ കാർബണിന്റെ മുകളിൽ എന്തുണ്ടാവും? പാർഷ്യൽ ആയിട്ടൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. വേറെ കളർ കാണിക്കാം. ഇവിടെ എന്തുണ്ടാകും? പാർഷ്യൽ ആയിട്ട് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇത് ഈ കാർബൺ പോസിറ്റീവ് ആകുമ്പോൾ ഈ ബോണ്ടില്ലേ, ഇവിടുത്തെ ഈ ബോണ്ടിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ കാർബൺ അട്രാക്ട് ചെയ്യും. ബിക്കോസ് ഇവിടെ ഓൾറെഡി എന്താണ്? ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ട് പോസിറ്റീവ് ആയി നിൽക്കുക. അപ്പൊ ഇവിടുത്തെ ഈ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ, ഈ ബോണ്ടാണ് ഈ പറഞ്ഞ ബോണ്ട്, ഇതിന്റെ ഇലക്ട്രോൺസ് ഈ കാർബൺ അതിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ C2 മുകളിൽ നിന്നുണ്ടാവും C2 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ട്, അവിടെ അഗെയിൻ പാർഷ്യൽ പോസിറ്റീവ് ഉണ്ടാവും. അപ്പൊ പിന്നെ ഈ രണ്ട് പാർഷ്യൽ പോസിറ്റീവ്, അതായത് രണ്ടെണ്ണം ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, അതായത് സെക്കൻഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ പിന്നെ ഇതിലേക്ക് ഈ കാർബൺ ഇങ്ങനെ പോസിറ്റീവ് ആയി നിൽക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഈ ബോണ്ട് പെയർ ഇത് കണ്ടോ? ഈ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ ഈ C2 എന്ന് പറയുന്ന കാരണം അതിലേക്ക് അട്രാക്ട് ചെയ്യും. അങ്ങനെ C3 എന്തുണ്ടാകും? ഡെൽറ്റ പ്ലസ് 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 ഉണ്ടാവും. ക്ലിയർ ആയി? ഇത് ഇങ്ങനെ എഴുതണേ, അത് ഡെൽറ്റ പ്ലസ്, രണ്ട് ഇതല്ല, ഡെൽറ്റ എന്ന് എഴുതുന്ന കേട്ടോ. ഒരു മിനിറ്റ്, അതിൽ കഥയൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു. ഡെൽറ്റ പ്ലസ് ആണ്, പ്ലസ് അല്ല കൂടുതൽ, ഡെൽറ്റ ആണ് കൂടുതൽ കേട്ടോ. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ അങ്ങനെ പോവാണ്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് എന്താണ്? ഇൻഡക്റ്റീവ് എഫക്റ്റ് ഈ ബോണ്ടിലൂടെ ഇങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് ബേസിക് ഇൻഡക്റ്റീവ് എഫക്റ്റ്. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പുകൾ, അതായത് ഈ എക്സ് പോലുള്ള ഗ്രൂപ്പുകൾ ഇലക്ട്രോൺ അതിലേക്ക് അട്രാക്ട് ചെയ്യാണ്. അപ്പൊ ഇങ്ങനത്തെ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ നമ്മൾ -I എഫക്റ്റ് എന്നാ പറയാം. -I എഫക്റ്റ് കാണിക്കും. അപ്പൊ എക്സ് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് എക്സിന്. നമ്മുടെ ഹാലജൻസ് അല്ലെ, Cl-
നമ്മുടെ ഫ്ലൂറിൻ പോലത്തെ ഫ്ലൂറിൻ അതുപോലെ അങ്ങനെ ഗ്രൂപ്പുകൾ ഹാലജൻസ് ഒക്കെ എന്താണ് ഈ ബ്രോമിൻ ഒക്കെ എന്താണ് ഈ പറയുന്ന മൈനസ് എഫക്റ്റ് കാണിക്കുന്നതാണ്. അതായത് അതാണ് ഇലക്ട്രോനെഗറ്റീവ്. കാർബൺ അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ അത് അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ എഫക്റ്റ് നമ്മൾ മൈനസ് എഫക്റ്റ് എന്ന് പറയും. എക്സാമ്പിൾ ഹാലജൻസ് ഉണ്ട്. പിന്നെ എക്സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓർഡർ എഴുതി നോക്കാം. ഒരുപാട് ഗ്രൂപ്പുകൾ മൈനസ് എഫക്റ്റ് കാണിക്കുന്നുണ്ട്. അതിന്റെ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ NO2 അറിയില്ലേ, NO2 എന്താണ് ഹൈലി മൈനസ് എഫക്റ്റ് കാണിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അത് നല്ലോണം അതിലേക്ക് എന്ത് ചെയ്യും, കാർബൺ ആയിട്ട് ഇപ്പൊ NO2 അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു അറ്റാച്ച് എവിടെയെങ്കിലും ഒരു മോളിക്യൂൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, NO2 അതിലേക്ക് നല്ലോണം എന്ത് ചെയ്യും, ഈ സിഗ്മ ബോണ്ട് പെയറിൽ ഈ ഒരു ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ NO2 എന്ത് ചെയ്യുന്നു, അതിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ അതൊരു മൈനസ് എഫക്റ്റ് കാണിക്കുന്നതാണ്. പിന്നെ ഓർഡർ വരുന്നത് CN ഗ്രൂപ്പ്, സയനൈഡ് ഗ്രൂപ്പ് മൈനസ് എഫക്റ്റ് ആണ്. പിന്നെ നമ്മുടെ ആസിഡ് COH, പിന്നെ നമ്മുടെ ഹാലജൻസിന്റെ ഓർഡർ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇങ്ങനെയാണ്. നെക്സ്റ്റ് കഴിഞ്ഞിട്ട് OCH3 ഗ്രൂപ്പും എന്താണ് മൈനസ് എഫക്റ്റ് ആണ്. പിന്നെ OH മൈനസ് ആണ്. പിന്നെ മൈനസ് CH5 ഫിനൈൽ ഗ്രൂപ്പ് കേട്ടോ. ഇത്രയും ഈ ഓർഡർ ഓർത്തിക്ക് നല്ലതാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാറുണ്ട് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇൻഡക്റ്റ് എഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് ഏതാണ്, അല്ലെങ്കിൽ ഈ ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ NO2 CN COH, പിന്നെ ഹാലജൻസ് FCl Br ഹൈ, പിന്നെ OCH3 OH CCH5. അപ്പൊ ഇങ്ങനെയാണ് മൈനസ് എഫക്റ്റിന്റെ ഒരു സ്ട്രെങ്ത് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത എഫക്റ്റ് എന്താണ്, ഇതിന്റെ ഓപ്പോസിറ്റ് പ്ലസ് ഐ എഫക്റ്റ് ആണ്. ഇൻഡക്റ്റ് എഫക്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, മൈനസ് ഐ ഉണ്ട്, പ്ലസ് ഐ ഉണ്ട്. പ്ലസ് ഐ എഫക്റ്റ് എങ്ങനെയായിരിക്കും, അതായത് ഇലക്ട്രോൺ കാർബണിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ അല്ലെ, അതാണ്. ഇപ്പൊ ഇലക്ട്രോൺ റിപ്പല്ലിംഗ് ആണ്. അവരെന്താണ്, അവർ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കുറവായിരിക്കും. കാർബൺ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവർ ഇലക്ട്രോനെഗറ്റിവിറ്റി. പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് അത് ഇവിടുത്തെ ഈ ഇലക്ട്രോൺ പെയർ ഉണ്ടല്ലോ അത് റിപ്പൽ ചെയ്യുക. അപ്പൊ ഇലക്ട്രോൺ റിപ്പല്ലിംഗ് ഗ്രൂപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്നും പറയും. അതായത് കാർബണിലേക്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റാം. ഓക്കെ, ബിക്കോസ് അവർ ഇലക്ട്രോനെഗറ്റീവ് അല്ല. അതുകൊണ്ട് അവർ ആ ബോണ്ട് പെയറിന് ഇങ്ങനെ കാർബണിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കും. അതുകൊണ്ട് അവർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയാം. നമ്മുടെ ഈ മിഥൈൽ ഗ്രൂപ്പുകൾ CH3 ഇല്ലേ, CH3 പിന്നെ രണ്ട് ഇങ്ങനെ വരാണ് CH3 ട്വൈസ് ഇങ്ങനെ എഴുതാം. ഓക്കെ, CH3 ഗ്രൂപ്പുകൾ ഇങ്ങനെ ഒരു CH3 ട്വൈസ് CH ഇങ്ങനെ വരാന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വരാന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് നോക്കി ഇങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താ അർത്ഥം, CCH3. പിന്നെ CH ഒന്നുകൂടി വരണ്ടേ. ഓക്കെ, ഇങ്ങനെ വരും. ഇവിടെ ട്രൈസ് ഉണ്ടാവും കേട്ടോ, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. കാരണം കാർബണിലേക്ക് 4 വേണ്ട. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഈ CH3 ഒക്കെ എന്ത് ചെയ്യും, ഇതിലേക്ക് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യും. കണ്ടോ, ഇലക്ട്രോൺസിന് കാർബണിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ കാർബൺ ഭയങ്കര ഇലക്ട്രോൺ റിച്ച് ആയി നിൽക്കും. ഓക്കെ, ബിക്കോസ് ഇതൊക്കെ എന്താണ്, CH3 ഒക്കെ എന്താണ് പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളാണ്. മെയിൻ ആയിട്ട് നമുക്ക് മിഥൈൽ ഗ്രൂപ്പുകളാണ് നമ്മൾ പ്ലസ് ഐയിൽ കാര്യമായിട്ട് പറയാറ്. ഇതല്ലാതെ പ്ലസ് ഐ കാണിക്കുന്ന ചില ഗ്രൂപ്പുകൾ ഉണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് ഗ്രൂപ്പുകളാട്ടോ. ഏതൊക്കെയാണെന്ന് അറിയാം, ഒന്ന് ഓർത്തേക്കണേ. ഇതിന്റെ ഓർഡർ ഞാൻ ഒന്ന് എഴുതാം ജസ്റ്റ്, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാട്ടോ. ഇതിന്റെ ഓർഡർ CH3 ട്രൈസ് C. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, ബോണ്ട് ഉണ്ട്. ഇതിന് ഏറ്റവും 3 CH3 ഗ്രൂപ്പാ. 3 CH3 ഗ്രൂപ്പ് കാർബണിലേക്ക് അറ്റാച്ച് ആണ്. അപ്പൊ നല്ലോണം പ്ലസ് എഫക്റ്റ് ഉണ്ടാകും, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. പിന്നെ CH3 ട്വൈസ് CH, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ രണ്ട് മിഥൈൽ ഗ്രൂപ്പ്. പിന്നെ മൂന്നാമത്തേത് CH3 CH2, ഇവിടെ ഒരു മിഥൈൽ ഗ്രൂപ്പ് അല്ലെ, ഒരു മിഥൈൽ ഗ്രൂപ്പാണ്, ഒറ്റ ഒന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ലാസ്റ്റത്തത് വെറും CH3. ഓക്കെ, ഇവിടെ എല്ലാം ഹൈഡ്രജനാ, മിഥൈൽ ഗ്രൂപ്പ് ഒന്നുമില്ല. പിന്നെ ഏറ്റവും ഇൻഡക്റ്റീവ് പ്ലസ് ഐ എഫക്റ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, കാർബൺ ഇല്ലേ, നമ്മൾ ഈ കാർബൺ ഇങ്ങനെ പറഞ്ഞില്ലേ. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് Y ആണ്. നേരത്തെ നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് മൈനസ് ഐ നമ്മൾ X എടുത്തത്. അപ്പൊ ജസ്റ്റ് Y കാണിക്കാം കേട്ടോ. പോയോ, Y എന്ന് കാണിക്കാം, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. Y ആണ് നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പൊ എങ്ങനെ ഇവിടെ അട്രാക്ട് ചെയ്യുക, ഈ Y എന്ന് പറഞ്ഞ ഇലക്ട്രോൺ റിപ്പൽ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോ ഈ Y എന്തുണ്ടാവും, പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. സിക്ക് നെഗറ്റീവ് ചാർജ്. ആദ്യം അങ്ങനെയല്ല ഉണ്ടാവുക, C ആണ് ഇലക്ട്രോനെഗറ്റീവ്. അപ്പൊ സിക്ക് ഡെൽറ്റ മൈനസ് കിട്ടി, Yക്ക് എന്ത് കിട്ടി, ഡെൽറ്റ പ്ലസ്. പിന്നെ ഇതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവാം. ഇതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുമ്പോൾ സംഭവിക്കും, ഇവിടെ ഡെൽറ്റ മൈനസ് വരും, ഡെൽറ്റ മൈനസ് വരും. നേരത്തെ പ്ലസ് ആണ് വന്നത് അല്ലെ, നേരത്തെ പ്ലസ് വന്ന പോലെ ഇവിടെ എന്താണ്, മൈനസ് ആണ് വരിക. ബിക്കോസ് ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ആറ്റം, അതിനാണ് പ്ലസ് കിട്ടുന്നത്, ഡെൽറ്റ പ്ലസ് കിട്ടുന്നത്. ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ്, ഗ്രൂപ്പുകൾ വെച്ചിട്ടാണ് മിക്കവാറും ക്വസ്റ്റ്യൻ വരാം. നമ്മൾ ഈ ഗ്രൂപ്പ് ഇതൊക്കെ പഠിക്കാണ് ശരിക്കും വേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ അല്ല, പ്ലസ് ഐ എഫക്റ്റും മൈനസ് ഐ എഫക്റ്റും കാണിക്കുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണുള്ളത്, അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഓർത്തേക്കേണ്ടത്. പിന്നെ എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേറെ ഒരുപാട് ഗ്രൂപ്പുകൾ കാണിക്കുന്നുണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ്. നമുക്ക് ഇലക്ട്രോൺ ഡൊണേറ്റിംഗിന്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ട് പറഞ്ഞില്ല, അത് ഏതൊക്കെയാണ് എഴുതാം കേട്ടോ. ഒന്ന് RO- ആണ്.
ആൽക്കോക്സൈഡ് ആനയോൺ. R-O- എന്ന് പറയുന്നത് ഇവിടെ ഓക്സിജൻ എന്താണ് ഹൈ ഇലക്ട്രോനെഗറ്റീവ് ആ. ഈ ഓക്സിജന്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ എന്തായിരിക്കും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അത് പ്ലസ് ചെയ്യുക കാണിക്കുന്നത്. നമ്മൾ മൈനസ് എ വിചാരിക്കും ഓക്സിജൻ ഒക്കെ കാണുമ്പോൾ, പക്ഷെ R-O- എന്താണ് പ്ലസ് എഫക്റ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വേറെ ഗ്രൂപ്പ് ഈ COO-. CO- ഗ്രൂപ്പ് എന്താണ് പ്ലസ് എഫക്റ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വെക്കാം. മിഥൈൽ ഗ്രൂപ്പ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രണ്ട് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ക്ലിയർ ആയി? ഇത്രയാണ് നമുക്ക് ഇൻഡക്റ്റ് ഇഫക്റ്റിൽ പറയാനുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഈ ഒരു ഏരിയന്ന്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ കറക്റ്റ് ഓർഡർ ഓഫ് -I എഫക്റ്റ് ഓഫ് NO2, FOH ആൻഡ് AR ഗ്രൂപ്പ്. തന്നിരിക്കുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? NO2 തന്നിട്ടുണ്ട്, പിന്നെ F ഉണ്ട്, OH ഉണ്ട്, AR ഉണ്ട്. ഇതിന്റെയൊക്കെ ഇതെല്ലാം -I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളാണ്. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലെ, EWG ആണ്. ഇനി ഇതിന്റെ സ്ട്രെങ്ത്തിന്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് സ്ട്രെങ്ത്. എങ്ങനെ വന്നത്? ഒരു ഓർഡർ പഠിച്ചിരുന്നു അല്ലെ, -I ഗ്രൂപ്പ് -I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളുടെ സ്ട്രെങ്ത്തിന്റെ ഓർഡർ. അത് നോക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഓർഡർ വരുന്നത്. ഇതാ കണ്ടോ, ഇതിൽ NO2 ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത് NO2 നാണ്. പിന്നെ നമുക്ക് പിന്നെ ഓപ്ഷനുള്ള ഫ്ലൂറിൻ ആണ്. F ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ പിന്നെ OH ഉണ്ട്. OH ഇവിടെ കിടക്കുന്നു. പിന്നെ അരൈൽ ഗ്രൂപ്പ് ഇതാ CCH5. അപ്പൊ ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഏറ്റവും കൂടുതൽ NO2 ആണ്, മൈനസ് എഫക്റ്റ്, പിന്നെ F ആണ്, പിന്നെ OH, പിന്നെ അരൈൽ ഗ്രൂപ്പ് അല്ലെ. ഇങ്ങനെയാണ് വരുന്നത്. ഈസി അല്ലേ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്ട്രെങ്ത്തിന്റെ ഓർഡർ മാത്രം എന്താ ചെയ്ത് അറിഞ്ഞാൽ മതി. അപ്പൊ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കിട്ടി. ഇനി അടുത്തൊരു ചോദ്യം, വിച്ച് കോമ്പൗണ്ട് ഹാസ് എ ലോവർ pK വാല്യൂ? ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിൽ pK വാല്യൂ കുറവുള്ള കോമ്പൗണ്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാ? ഫ്ലൂറോ അസിറ്റിക് ആസിഡ്, ക്ലോറോ അസിറ്റിക് ആസിഡ്, ബ്രോമോ അസിറ്റിക് ആസിഡ്, ഹൈഡ്രോ അസിറ്റിക് ആസിഡ്. 4 അസിറ്റിക് ആസിഡിന്റെ ഡെറിവേറ്റീവ് ആണ് തന്നിരിക്കുന്നത്. അസിറ്റിക് ആസിഡിന് ഹാലജൻ, ഒരു ഹൈഡ്രജൻ ഒരു ഹാലജൻ വെച്ചിട്ടില്ലേ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലോവർ pK ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്ത് ഈ pK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അസിഡിറ്റി നമ്മൾ പഠിക്കുന്നതാണ്. pK വാല്യൂ, pKയും അസിഡിറ്റിയും തമ്മിലുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ pK വാല്യൂ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അസിഡിറ്റി കൂടും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. pK വാല്യൂ കുറയുമ്പോൾ അസിഡിറ്റി കൂടുന്നതാണ് കണ്ടീഷൻ. അപ്പൊ ഇവിടെ ലോവർ pK ചോദിക്കുമ്പോൾ ഏത് കോമ്പൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ അസിഡിക്? അതാണ് ക്വസ്റ്റ്യൻ. മാക്സിമം അസിഡിറ്റി ഉള്ള കോമ്പൗണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അസിറ്റിക് ആസിഡ് CH3COH അതും പിന്നെ അതിന്റെ ഈ ഡെറിവേറ്റീവുകളും, അതായത് ഹാലജൻ വെച്ചിട്ടുള്ള ഡെറിവേറ്റീവും കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും അസിഡിറ്റി കൂടുതൽ? ഇപ്പൊ ഏതെങ്കിലും ഇവിടെ ഇപ്പൊ അസിറ്റിക് ആസിഡ് നമ്മൾ ജസ്റ്റ് ഒരു X എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൂറിനോ ബ്രോമിനോ ക്ലോറിനോ അയഡിനോ ആയിക്കോട്ടെ X കേട്ടോ. ഡെറിവേറ്റീവ് എങ്ങനെ എഴുതും? XCH2COH ഇങ്ങനെ എഴുതാം. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അസിഡിറ്റി? അസിഡിറ്റി ഏതിനായിരിക്കും കൂടുതൽ? ഇതിനായിരിക്കും കൂടുതൽ. അതായത് ഇവിടെ ഏത് ഹാലജൻ ആണെങ്കിലും, ഫ്ലൂറിൻ ആണെങ്കിലും, X എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൂറിനോ ക്ലോറിനോ ബ്രോമിനോ അയഡിനോ ഏതാണെങ്കിലും ഇവിടെ അസിഡിറ്റി കൂടുതൽ ഈ ഒരു ഡെറിവേറ്റീവിനെ ആയിരിക്കും. റീസൺ എന്താ? രണ്ട് റീസൺസ് നമുക്ക് പറയാം ജനറലി. ഒന്നെന്ന് പറയുന്നത് ഇവിടെ അസിറ്റിക് ആസിഡിന്റെ കേസിൽ ഇവിടെ നമുക്ക് CH3COH നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ CH3COOH അല്ലേ. ഇവിടെ ഇപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് വെച്ച് എഴുതുമ്പോൾ XCH2COOH ഇങ്ങനെ എഴുതുമ്പോൾ ഈ കേസിൽ CH3 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലെ. ഈ CH3 എന്താ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അത് ഇതിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുക ചെയ്യാം. ഈ X എന്ന് പറയുന്നത് നമ്മുടെ ഹാലജൻ ആണ്. എന്താണ്? -I എഫക്റ്റ് കാണിക്കുന്നത്. ഇത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അത്ര ഓക്കെ അല്ലേ? അപ്പൊ ഇത് പ്ലസ് എഫക്റ്റ് കാണിക്കുന്നു, ഇവിടെ മൈനസ് എഫക്റ്റ് കാണിക്കുന്നു. ഇനി എപ്പോഴാണ് അസിഡിറ്റി കൂടുക? പ്ലസ് എഫക്റ്റിലാണോ മൈനസ് എഫക്റ്റിലാണോ? ഇതറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോണ്ട് എന്ന് പറയുന്നത് OH. അസിഡിറ്റി പറയുന്നത് എന്താ? ഈ H+ റിമൂവ് ചെയ്ത് പോകണം, അതല്ലേ. ഈ OH ബോണ്ട് വീക്ക് ആയിട്ട് ഈ ഒരു H+ റിമൂവ് ആയിട്ട് പോകണം. അപ്പൊ അതിന് ഫേവർ ചെയ്യുന്ന കണ്ടീഷൻ പറയുന്നത് ഈ ഒരു ബോണ്ട് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കണം. ഈ OH ബോണ്ട് ഈ ഒരു ബോണ്ട് ഇലക്ട്രോൺ ഈ ഓക്സിജന് മുകളിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് H ഈസി ആയിട്ട് റിമൂവ് ആയി പോവാം. അപ്പോഴാണ് ബോണ്ട് പോളാർ ആയിട്ട് റിമൂവ് ആയി പോകുക. അപ്പൊ കണ്ടീഷൻ എന്താ? ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വരണം. അപ്പൊ നമ്മുടെ അസിറ്റിക് ആസിഡിന്റെ കേസിൽ CH3 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുക. അപ്പൊ ഈ ബോണ്ട് എന്താവില്ല, അല്ലെങ്കിൽ ഓക്സിജന് മുകളിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ആവില്ല. അതൊന്നും കൂടി ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുക ചെയ്യാം. അപ്പൊ H റിമൂവ് ചെയ്യുന്നത് ഫേവറബിൾ അല്ല. നേരെ മറിച്ച് നമ്മളിവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് മൈനസ് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെന്ത് ചെയ്യും? ഇതിലേക്ക് ഇലക്ട്രോൺ ഇങ്ങോട്ട് വിഡ്രോ ചെയ്യും അല്ലെ. ഇലക്ട്രോൺ വിഡ്രോ ചെയ്യും. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വരും. ഈ ഓക്സിജന്റെ മുകളിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി വന്നിട്ട് H ഒന്നും കൂടി എന്ത് ചെയ്യുന്നു? ഈസി ആയിട്ട് റിമൂവ് ആയി പോകും. മനസ്സിലായില്ല? അപ്പൊ ജനറലി നോക്കുകയാണെങ്കിൽ ഈ
ഹാലജൻ ഡെറിവേറ്റീവ് ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐ എഫക്റ്റ് ഗ്രൂപ്പ് മൈനസ് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ് ആസിഡിന്റെ അസിഡിറ്റി കൂടാൻ ചെയ്യുന്നത് കമ്പയർ ടു അസിറ്റിക് ആസിഡ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്ത സാധാ അസിറ്റിക് ആസിഡ് ആകുമ്പോൾ അവിടെ പ്ലസ് എഫക്റ്റ് കാണിക്കുന്ന CH3 ഗ്രൂപ്പാണ്. സോ അത് അസിഡിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. ക്ലിയർ? അപ്പൊ ഒന്ന് മനസ്സിലായി, അസിഡിക് ആസിഡിനെക്കാട്ടും അസിഡിക് ആണ് എന്ത് ഈ പറഞ്ഞ നമ്മൾ കൊടുത്തിരിക്കുന്ന 4 എണ്ണം. ഇനി ഈ 4 എണ്ണം എങ്ങനെ കമ്പയർ ചെയ്യാം? സിമ്പിൾ അല്ലേ? ഇപ്പൊ എങ്ങനെ കമ്പയർ ചെയ്യും? അപ്പം എന്ത് നോക്കിയാൽ മതി, എത്രത്തോളം മൈനസ് എഫക്റ്റ് കൂടുന്നോ, മൈനസ് എഫക്റ്റ് എത്രത്തോളം കാണിക്കുന്നു അത്രത്തോളം എന്ത് ചെയ്യുന്നു, അസിഡിറ്റി എന്താണ് കൂടുക ചെയ്യുന്നത്. അപ്പൊ സ്ട്രെങ്ത് ഓഫ് -I ആണ് അവിടെ നോക്കേണ്ടത് അല്ലെ. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഏതിനാ -I ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്? ഫ്ലൂറിൻ ആണോ, ക്ലോറിൻ ആണോ, ബ്രോമിൻ, അയഡൻ ആണോ? ഈ ഓർഡർ നമുക്ക് അറിയാം അല്ലെ. ഹാലജൻസിന്റെ ഓർഡർ എങ്ങനെയാ? ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ, ക്ലോറിൻ ഗ്രേറ്റർ ദാൻ, ബ്രോമിൻ ഗ്രേറ്റർ ദാൻ, അയഡൻ. ഈ ഓർഡർ നമ്മൾ പഠിച്ചതാ. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ PK എന്ന് പറയുന്നത് ഏതിനായിരിക്കും? PK ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? PK കൂടുതൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉള്ള ഏതിനായിരിക്കും? PK ഏറ്റവും കൂടുതൽ കുറവ് കേട്ടോ, ലോവർ PK അല്ലേ ക്വസ്റ്റ്യൻ. അസിഡിറ്റി ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ഫ്ലൂറോഅസിറ്റിക് ആസിഡിനായിരിക്കും. ക്ലിയർ ആയി? അപ്പൊ എന്ത് നോക്കിയാൽ മതി, -I എഫക്റ്റിന്റെ സ്ട്രെങ്ത് ഏത് ഗ്രൂപ്പ് ആണോ ഏറ്റവും കൂടുതൽ മൈനസ് എഫക്റ്റ് കാണിക്കുന്നത് അതായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ അസിഡിക് അല്ലെങ്കിൽ ഏറ്റവും കുറവ് PK എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ വേറൊരു റീസണും കൂടി ഇതിനുണ്ട്. ഇപ്പോ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതായത് ഈ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആവുന്നതും H+ റിമൂവ് ആവുന്നതും ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കാം, ഒരു എക്സാമ്പിൾ അസിറ്റിക് ആസിഡിന് എടുക്കാം. CH3COOH ഇങ്ങനെയല്ലേ. ഇതിന്ന് H+ പോയി നിർത്തിക്കോളൂ. H+ പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്ന എന്താ? CH3C ഇങ്ങനെ എഴുതാട്ടോ, മിനിറ്റ്. ബാക്കി ഉണ്ടാവുന്നത് അസറ്റേറ്റ് അയോൺ അല്ലേ, അസറ്റേറ്റ് അയോൺ. ഇതാ ഇങ്ങനെയല്ല അസറ്റേറ്റ് അയോൺ ഉണ്ടാവുന്നത്, ഇതാണ് ബാക്കി ഉണ്ടാവുന്നത്. ഈ അസറ്റേറ്റ് അയോൺ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഈ H+ പോകുന്നതും ഈ അസിറ്റിക് ആസിഡ് അസറ്റേറ്റ് അയോൺ ആയി മാറുന്ന കാരണം എന്താ? ഈ അസറ്റേറ്റ് അയോൺ ഇത് നെഗറ്റീവ് ചാർജ് ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ഡിസ്പേഴ്സ് ആവുന്നതുകൊണ്ടാണ്. ഇവിടെ റിസണൻസ് സ്ട്രക്ചർ നമുക്ക് ഒന്നുകൂടി വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ റിസണൻസ് വരയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഡിലോക്കലൈസ് ചെയ്ത് പോവാന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ട് അല്ലെ ആ ഒരു അയൺ എന്താണ്? സ്റ്റേബിൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് അസിറ്റിക് ആസിഡ് അസിഡിക് ആവുന്നത് തന്നെ. ഈ ഒരു അസറ്റേറ്റ് അയോണിന്റെ ഫോർമേഷൻ എന്താണ്? ഫേവർഡ് ആയതുകൊണ്ട്. അസറ്റേറ്റ് അയോൺ സ്റ്റേബിൾ ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഒരു ക്ലോറിൻ എടുക്കുകയാണ്, ക്ലോറിൻ ഡെറിവേറ്റീവ്, അതായത് ക്ലോറോ അസിറ്റിക് ആസിഡ് എടുക്കുകയാണ്. ക്ലോറോ അസിറ്റിക് ആസിഡ് എടുക്കുമ്പോൾ ഇതിന് H+ പോയിക്കാൻ നമുക്ക് എന്ത് കിട്ടും? Cl CH2 COO- ഇതല്ലേ കിട്ടാം. ക്ലോറോ അസിറ്റേറ്റ് ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഇത് എന്ത് പ്രത്യേകത? ഇത് അസിറ്റിക് ആസിഡിന്റെ അസിറ്റേറ്റ് അയോൺ ആണോ, അസിറ്റിക് ആസിഡിന്റെ ആനയോൺ അല്ലെങ്കിൽ അതിന് H+ പോയിട്ടുള്ള അസിറ്റേറ്റ് അയോൺ, ഇത് അസിറ്റേറ്റ് അയോൺ ആണോ, അതോ ഈ ക്ലോറിൻ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ക്ലോറോ അസിറ്റേറ്റ് അയോൺ അല്ലെ. ക്ലോറോ അസിറ്റേറ്റ് അയോൺ ഏതാണ് കൂടുതൽ സ്റ്റേബിൾ? ഏത് അയോൺ ആണോ കൂടുതൽ സ്റ്റേബിൾ അത്രയും എന്ത് ചെയ്യുന്നു, അതിന്റെ ഫോർമേഷൻ ഫേവേർഡ് ആയിരിക്കും, അത്രത്തോളം അസിഡിക് ആയിരിക്കും. അത് ഏത് ആസിഡ് ആണോ വന്നത് ആ ഒരു ആസിഡ്. അപ്പൊ ഇതിൽ ഏതാണ് സ്റ്റെബിലിറ്റി കൂടുതൽ? ഇതിൽ ഈ രണ്ടാമത്തേന് ഈ ക്ലോറിൻ ഉള്ളതുകൊണ്ട് ഈ ക്ലോറോ അസിറ്റേറ്റ് അയോൺ ആണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അതിന് റീസൺ എന്ന് പറയുന്നത് എന്താ? എപ്പോഴാണ് ഈ ഒരു ആനയോൺ സ്റ്റെബിലൈസ്ഡ് ആവുക? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിന്റെ നെഗറ്റീവ് ചാർജ് എന്താവണം, ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് ഡീലോക്കലൈസ് ചെയ്ത് പോകണം. ഇവിടെ അങ്ങനെ ഒരു ഓക്സിജൻ കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഉണ്ട് ഈ ഓക്സിജൻ, അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ ഇവിടെ ഉള്ളത്? ക്ലോറിൻ ഉണ്ട് അല്ലെ. ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ക്ലോറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലേ. ഈ ക്ലോറിൻ ഈ നെഗറ്റീവ് ചാർജിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യും. അതായത് ഈ നെഗറ്റീവ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇൻഡക്റ്റീവ് എഫക്റ്റ് വഴി നെഗറ്റീവ് ചാർജിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് എന്താകും? ഒന്നും കൂടി ഡീലോക്കലൈസേഷൻ, ഒന്നും കൂടി ഡിസ്പേർഷൻ, അതായത് ഈ മോളിക്യൂൾ മൊത്തമായിട്ട് ഒന്നുകൂടി ഡിസ്പേഴ്സ് ആവാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. ബിക്കോസ് ക്ലോറിൻ -I എഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ട് ഉള്ളതുകൊണ്ട്. അപ്പൊ ഇവിടെ ക്ലോറിൻ ഉള്ളത് ഫേവറബിൾ ആണ്. അല്ല ബ്രോമിൻ ആണെങ്കിലും അയൺ ഒക്കെ എന്താണ് ഉള്ളത്? ഫേവറബിൾ ആണ്. ഇനി ഏറ്റവും കൂടുതലാണ് ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോൺ വിഡ്രോയിങ്. അപ്പൊ അതുകൊണ്ടാണ് ഫ്ലൂറോഅസിറ്റിക് ആസിഡ് മാക്സിമം അസിഡിക് ആവുന്നത്. ഞാൻ ജസ്റ്റ് ക്ലോറിൻ എടുത്തു എന്നുള്ളൂ കേട്ടോ. ക്ലിയർ ആയോ? മൈനസ് എഫക്റ്റ് വരുമ്പോൾ ഉള്ള ഇമ്പാക്ട് അസിറ്റിക് ആസിഡിന് എന്താണ് ഡിഫറൻസ് എന്ന് അവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ രണ്ട് റീസൺസും ഇതിലുണ്ട്. ഓക്കെ, ഫ്ലോർ അസറ്റേറ്റ് ആയ അല്ലെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഏതെങ്കിലും ആണ്, ഫ്ലോർ അസറ്റേറ്റ് ആണ്, ഫ്ലോർ അസറ്റേറ്റ് എന്താണെങ്കിലും അതിന്റെ സ്റ്റെബിലിറ്റി ഒരു റീസൺ ആണ്. എന്തുകൊണ്ടാണ് ഇത് അസിഡിക് കൂടുതൽ അസിഡിറ്റി വരുന്നത്, ഇങ്ങനത്തെ ഈ ആസിഡിന് കൂടുതൽ അസിഡിറ്റി വരാനുള്ള റീസൺ എന്താണ്? ഈ പറയുന്ന ഇതിന്റെ അസറ്റേറ്റ് ആനയോൺ, ഇതിന്റെ ആനയോണിന്റെ സ്റ്റെബിലിറ്റി ഒരു റീസൺ ആണ്. ക്ലിയർ ആയി? അപ്പൊ ഈ രണ്ട് കൺസെപ്റ്റുകൾ ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആൻസർ കിട്ടിയാൽ മതി. ഇത് അറിഞ്ഞാൽ മതി. ശരിക്കും മൈനസ് എഫിന്റെ സ്ട്രെങ്ത് കൊണ്ട് തന്നെ കിട്ടും. എന്നാലും ഈ ഒരു കൺസെപ്റ്റ് കൂടെ എന്ത്, എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റാണ്. ഈ എത്രത്തോളം നമ്മളൊരു മോളിക്യൂളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, അത് എത്രത്തോളം ഡിസ്പേഴ്സ് ആക്കാൻ പറ്റുമോ അത്രയ്ക്കും എന്താണ് നല്ലതാണ്. ഓക്കെ, ഇവിടെ അങ്ങനെ ഇവിടെ CH3 എന്താണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. അതിലുള്ള ഒരു നെഗറ്റീവ് ചാർജ് ഒന്നുകൂടി ഇന്റൻസിഫൈ ചെയ്യാം. അത് ഡിസ്പേർഷന് സഹായിക്കുന്നില്ല. ബിക്കോസ് CH3 എന്താണ് CH3+I ആണ് കാണിക്കുന്നത്. അപ്പൊ അതാണ് ഡിഫറൻസ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. Arrange the compound shown below based on the acidic strength from most acidic to least acidic. Okay, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതും എന്തുതന്നെയായിരിക്കും? ഇൻഡക്റ്റീവ് എഫക്റ്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഓപ്ഷൻസ് വെക്കുക ABCയില്.
ഇവിടെ ഉള്ളത് ഏതാ? ഇവിടെ ഇവിടെ നമ്മൾ ആസിഡ് ആണല്ലേ, ആസിഡ് തന്നെയാണ്, അസിഡിറ്റി ആണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ ഇവിടെ നമുക്ക് ക്ലോറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലേ, ക്ലോറിൻ ഉണ്ട്. ഇവിടെ ബ്രോമിൻ ഇതാ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ ബ്രോമിൻ. ഒന്നാമത്തെ കാര്യം, ക്ലോറിനും ബ്രോമിനും കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് കൂടുതൽ കാണിക്കുന്ന ഏതാ? അത് ക്ലോറിൻ നമുക്കറിയാം അല്ലെ. മൈനസ് എഫക്റ്റ് കൂടുതൽ കാണിക്കുന്നത് ക്ലോറിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അസിഡിക് എന്നുള്ള ഏതാണ് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല, എ തന്നെയാണ്. ബിക്കോസ് ക്ലോറിൻ എന്താ, ഈ ഒരു കാർബൺ ഇവിടെയാണ് നമ്മുടെ കാർബോക്സ് ഐ മീൻ അസിഡിക് അസിഡിക് അല്ല, ഈ കാർബോക്സിൽ കാർബൺ ഇതാണ് അതെ, കാർബോക്സിൽ കാർബൺ ഇതാണ്. അതിന് തൊട്ട് താഴെയുള്ള കാർബണിൽ തന്നെ ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അസിഡിക് എ ആയിരിക്കും, ബിക്കോസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ക്ലോറിന് കൂടുതലായത് കാരണം. അതിൽ ഡൗട്ട് ഒന്നുമില്ല. ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ട രണ്ട് ബ്രോമിനാ, ഇത് രണ്ടും ബ്രോമിനാ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് വ്യത്യാസം? ഈ ബ്രോമിൻ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ കാർബോക്സിൽ കാർബൺ, ഇത് അതിന്റെ രണ്ടാമത്തെ കാർബൺ, ഇത് മൂന്നാമത്തെ കാർബൺ അല്ലെ. അതായത് ഇവിടെയാണ് ഈ മൂന്നാമത്തെ കാർബണിലാണ് ബ്രോമിൻ നിൽക്കുന്നത്. ബ്രോമിൻ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഡിസ്റ്റൻസ് ഇത്തിരി കൂടുതലാണ്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ നേരെ മറിച്ച് ഇവിടെ ആണെങ്കിലോ, ഇവിടെ കാർബോക്സിൽ കാർബൺ കഴിഞ്ഞ് ഇതാ നെക്സ്റ്റ് കാർബണിൽ തന്നെ എന്തുണ്ട്, ബ്രോമിൻ നിൽക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഏതിനായിരിക്കും കാണിക്കാൻ പറ്റുക? ഈ ഒരു സിക്ക് ആയിരിക്കും പറ്റുക, കാരണം ബ്രോമിൻ ഒന്നുകൂടി അടുത്താണ്. അപ്പൊ നമ്മൾ എന്താ പറയുക, ഇൻഡക്റ്റീവ് എഫക്റ്റ് നോക്കുമ്പോൾ -I ഗ്രൂപ്പ് ആണെങ്കിലും പ്ലസ് A കാണിക്കുന്ന ഗ്രൂപ്പ് ആണെങ്കിലും അത് അതിന്റെ പ്രോക്സിമിറ്റി ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് നമുക്ക് പറയാൻ പറ്റൂല. എന്താണ്? ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. അത് അടുത്തായിരിക്കണം. എത്രത്തോളം അടുത്താവുന്ന അത്രത്തോളം അതിന്റെ ഇൻഫ്ലുവൻസ് കൂടും. ഇപ്പൊ ഇവിടെ ഈ H+ പോകുന്നതാണ് നമ്മുടെ അസിഡിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, H+ പോകണപ്പോൾ എന്താണ്, ഇലക്ട്രോൺ വിഡ്രോ ചെയ്യണം. അതൊക്കെയാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അസിഡിറ്റി കൂടും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ എത്രത്തോളം അടുത്താണ് അത്രത്തോളം എന്ത് ചെയ്യും, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓൾറെഡി പറഞ്ഞു നമ്മൾ, ഡിസ്റ്റൻസ് അനുസരിച്ച് കുറഞ്ഞു വരും ഇൻഡക്റ്റീവ് എഫക്റ്റ്. അപ്പോൾ ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആയത് കാരണം എന്താണ്, ഇവിടെ ഏതാണ് അടുത്ത ബ്രോമിൻ, അടുത്തുള്ളത് ബ്രോമിൻ ആണ്, അതിനായിരിക്കും കൂടുതൽ അസിഡിറ്റി കാണിക്കാൻ പറ്റുക. അപ്പോൾ ഓർഡർ എങ്ങനെ വരും? A > C > D. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കി നോക്കാം. നമ്മൾ പഠിച്ച കൺസെപ്റ്റിനാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഫോർമിക് ആസിഡ് ഉണ്ട്, ഇവിടെ നമുക്ക് അസിറ്റിക് ആസിഡ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും കൂടുതൽ അസിഡിക്? ഫോർമിക് ആസിഡ് ആണോ അസിറ്റിക് ആസിഡ് ആണോ കൂടുതൽ അസിഡിക് ആയിരിക്കാം? ഏതായിരിക്കും? ഫോർമിക് ആസിഡ് ആയിരിക്കും അസിഡിക് അല്ലെ. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞാണ്. ഒന്നാമത്തെ കാര്യം, ഈ +A എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, +A എഫക്റ്റ് കാണിക്കുന്ന CH3 ഉള്ളത് കാരണം ഇവിടെ എന്തായിരിക്കും, അസിഡിറ്റി കുറയും. -A എഫക്റ്റ് അസിഡിറ്റി കൂട്ടും, +A എഫക്റ്റ് അസിഡിറ്റി കുറയ്ക്കും. അത്രയൊന്നും ബേസിക്കായിട്ട് അറിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഗ്രൂപ്പ് ഒന്നുമില്ല, H മാത്രമേ ഉള്ളൂ. സോ പിന്നെ ഇതിന്റെ ആനിയോൺ ഉണ്ടാകുമ്പോഴോ നമുക്ക് ഫോർമേറ്റ് ആനിയോൺ അല്ലേ, ഇത് ഫോർമേറ്റ് ആനിയോൺ ആണ്. ഇത് ഓൾറെഡി നമ്മൾ എഴുതിയതാണ് അസിറ്റേറ്റ് ആനിയോൺ. ഇതിലും ഇതന്നെ നമ്മൾ പറഞ്ഞു, അസിറ്റേറ്റ് ആനിയോൺ ഒന്ന് ഡീസ്റ്റബിലൈസ്ഡ് ആവും. അസിറ്റേറ്റ് ആനിയോൺ ഡീസ്റ്റബിലൈസ്ഡ് ആകാൻ കാരണം എന്താണ്, ഇവിടെ +A ഗ്രൂപ്പ് ഉള്ളതാണ്, ഇവിടെ +A ഒരു ഗ്രൂപ്പും ഇല്ല. അപ്പൊ പിന്നെ ബെറ്റർ ഏതാണ്? ഇതാണ് അല്ലെ. അസിഡിറ്റി കൂടുതൽ ഏതാണ്? ഫോർമേറ്റ് അയോൺ ആണ്. ഓക്കെ, നമ്മൾ അറിയുന്ന തന്നെയാണ്, സെയിം കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെയാണ്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വേറെ എക്സാമ്പിൾ എടുത്തു മാത്രം. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഓക്കെ, ഇനി എണ്ണം കൂടുമ്പോൾ, അതായത് ഈ സപ്പോസ് ഇപ്പൊ നമുക്ക് ഇവിടെ ക്ലോറിൻ, ഇവിടെ CHCl ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, രണ്ട് ക്ലോറിൻ ഉണ്ട്. ഡൈക്ലോർ അസിറ്റിക് ആസിഡ് വിചാരിച്ചോളൂ, ഡൈക്ലോർ അസിറ്റിക് ആസിഡ്. ഇവിടെ ട്രൈക്ലോർ അസിറ്റിക് ആസിഡ് ഉണ്ട്, ട്രൈക്ലോർ അസിറ്റിക് ആസിഡ്. ഇതിന് ഏതിനായിരിക്കും കൂടുതൽ അസിഡിറ്റി? അത് നമുക്കൊരു കോമൺ സെൻസ് വെച്ച് പറയാവുന്നുള്ളൂ. ഏതായിരിക്കും അസിഡിറ്റി? ഇതിനായിരിക്കും. ബിക്കോസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് -A എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകൾ, നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, -A പ്രത്യേകിച്ച് പറയാൻ കേട്ടോ. ഓക്കെ, -A എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുമ്പോൾ അവിടെ അസിഡിറ്റി കൂടും. ഇവിടെ 2 ഉള്ളൂ, സോ അതുകൊണ്ട് അതിന്റെ അസിഡിറ്റി കുറവായിരിക്കും. ഇവിടെ 3 ഉണ്ട്. ഓക്കെ, അത് സിമ്പിൾ അല്ലേ, നമുക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയാണ്. പിന്നെ നമ്മൾ പഠിച്ച എന്താ, ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ എന്താ ഇൻഡക്റ്റീവ് എഫക്റ്റ് പഠിച്ചു, അതിനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. പിന്നെ അത് വെച്ചിട്ടുള്ള എങ്ങനെ നമുക്ക് അസിഡിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ കാര്യമായിട്ട് നോക്കിയത്. ഓക്കെ, അതാണ് നോക്കിയത്. സോ ഇതിൽ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ 2 കാര്യങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് നല്ലൊക്കെ ഓർത്ത് വെക്കണം. എന്താണ്? ഒന്ന്, അത് പെർമനന്റ് എഫക്റ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റിൽ കാർഡ് ചോദിക്കാം ചിലപ്പോൾ കേട്ടോ, അത് ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്ത ഏത് എന്ന് പറഞ്ഞിട്ട് പെർമനന്റ് എഫക്റ്റ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ, ഡിസ്റ്റൻസ് ആണ്. ഇത് ഇൻഡക്റ്റീവ് വീക്കൻ ചെയ്യും, വീക്കൻസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ്. ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ് ഫ്രം സബ്സ്റ്റുവന്റ് നമ്മൾ ഓൾറെഡി കണ്ടാണ്. ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ് ഫ്രം സബ്സ്റ്റുവന്റ്, നമ്മൾ ഏതാണോ നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്ന സബ്സ്റ്റുവന്റ് അതിന്ന് ദൂരെ പോകുന്തോറും എന്താണ്, യെസ്, ഡിസ്റ്റൻസ് കൂടുന്നതോറും എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് വീക്കൻ ചെയ്യും. ഈ 2 കാര്യങ്ങളൊന്ന് ഓർത്തേക്കണം. നമ്മൾ പറഞ്ഞാലേ ഡെൽറ്റ ഇങ്ങനെ കൂടിപ്പോ, ആദ്യം ഡെൽറ്റ ആയിരുന്നു, പിന്നെ ഡെൽറ്റ നമ്മൾ ഇങ്ങനെ ഇഴുതിയില്ല, ഡെൽറ്റ −1 +1 എന്താ വെച്ചാൽ അതിങ്ങനെ കൂടിപ്പോ ഡെൽറ്റ. അതിന്റെ അർത്ഥം എന്താണ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിസ്റ്റൻസിനനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത് കുറയാന്നതിന് അർത്ഥം. ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തേക്കണം.
അത്ര മതി. പിന്നെ നമുക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് നമ്മളിന്ന് പഠിച്ചത്. ഇതിന്ന് ആകെ ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നാളെ നമുക്ക് എന്ത് ചെയ്യാം, മീസോമെറിക് എഫക്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എഫക്റ്റ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കാം. നമ്മൾ കണ്ടിന്യൂസ് ഡെയിലി 2 ക്ലാസ്സുകൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.